കോർപ്പറേറ്റ് ലോകത്തെ ഓട്ടപ്പാച്ചിലുകൾക്കും എണ്ണിയാലൊടുങ്ങാത്ത ജോലിത്തിരക്കുകൾക്കുമിടയിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്കുള്ളതാണ്. ഈ ആധുനിക കാലത്തെ തൊഴിൽ സമ്മർദ്ദങ്ങളെ നേരിടാൻ വളരെ മികച്ച, എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില വഴികളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കൂടുതൽ കഠിനമായി ജോലി ചെയ്യുന്തോറും നമ്മൾ എന്തിനാണ് ഒരിടത്ത് തന്നെ കുരുങ്ങിക്കിടക്കുന്നത് പോലെ അനുഭവപ്പെടുന്നതെന്ന്? സത്യത്തിൽ ഇതൊരു വലിയ ആധുനിക പ്രതിസന്ധിയാണ്. നമ്മൾ പറയുന്ന ഈ ബേൺ ഔട്ട് അല്ലെങ്കിൽ കടുത്ത മാനസിക തളർച്ച. എന്നാൽ ഇതിനൊരു പരിഹാരം നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജാപ്പനീസ് ചിന്താഗതികളിലാണ് കേട്ടോ. ഇന്നത്തെ തൊഴിലിടങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ വളരെ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന 5 കിടിലൻ ജാപ്പനീസ് തന്ത്രങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇതിലെ ആദ്യത്തെ വിഷയം കാണാത്ത സമയത്തെ സത്യസന്ധത അഥവാ റിമോട്ട് വർക്ക് ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ എന്നതാണ്. നോക്കൂ, വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നേരിട്ട് നിരീക്ഷിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ജോലിയിൽ നിന്ന് മെല്ലെ ഒന്ന് ഒഴിഞ്ഞുമാറാനുള്ളൊരു പ്രവണത നമ്മളിൽ പലർക്കും ഉണ്ടാകാറുണ്ടല്ലേ? നമുക്ക് സത്യസന്ധമായി തന്നെ അത് സമ്മതിക്കാം. ശരി, നമുക്കിതിലേക്കൊന്ന് കടക്കാം. എന്റെ ബോസ് ഇപ്പോൾ ഓൺലൈനിലില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു കഷ്ടപ്പെട്ട് പണിയെടുക്കണം? ഈയൊരു ചിന്ത ആധുനിക കാലത്ത് മിക്കവർക്കും ഉണ്ടാകുന്ന ഒന്നാണ്. എന്നാൽ ഇവിടെയാണ് ജാപ്പനീസ് സംസ്കാരത്തിലെ ആ അവിശ്വസനീയമായ അച്ചടക്കം നാം ശരിക്കും കണ്ടുപഠിക്കേണ്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജപ്പാനിൽ വഴിയിൽ നിന്ന് കളഞ്ഞുകിട്ടുന്ന പേഴ്സുകൾ അവർ കൃത്യമായി തിരികെ ഏൽപ്പിക്കുന്നതെങ്ങനെയെന്നല്ലേ? യാതൊരു മേൽനോട്ടവുമില്ലാത്തപ്പോൾ പോലും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയൊരു അച്ചടക്കമുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിന് കാരണം ഒഡെൻഡോ സാമ എന്നൊരു സങ്കല്പമാണ്. അതായത് ഷിൻറ്റോ വിശ്വാസപ്രകാരം ആകാശത്ത് നിന്ന് അമാറ്ററാസു എന്ന സൂര്യദേവത എപ്പോഴും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ജാപ്പനീസ് ജനത വിശ്വസിക്കുന്നത്. ചുറ്റുമാരുമില്ലെങ്കിലും ഒരു ദൈവീക ശക്തി നിങ്ങളെ എപ്പോഴും കാണുന്നുണ്ട് എന്ന ആ ഒരൊറ്റ ചിന്തയാണ് തികച്ചും തനിച്ചായിരിക്കുമ്പോൾ പോലും അവരെ അങ്ങേയറ്റം സത്യസന്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈയൊരു ചിന്ത വഴി അവർ ചീത്ത കർമ്മങ്ങൾ ചെയ്യാൻ ശരിക്കും ഭയപ്പെടുന്നു. ഇനി ഈ പുരാതന സങ്കല്പത്തെ നമ്മുടെ കരിയറിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കാം. നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതം ഒരു സിനിമയാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളാണ് അതിലെ നായകൻ അല്ലെങ്കിൽ നായിക. അതുപോലെ നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളെ സസൂക്ഷ്മം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സിനിമയിലെ ഹീറോ ആകുക. അപ്പോൾ നമ്മളെ ആരും നോക്കുന്നില്ലെങ്കിലും നമ്മൾ നന്നായി തന്നെ ജോലി ചെയ്യും, തീർച്ച. ഇനി നമുക്ക് രണ്ടാമത്തെ സാഹചര്യത്തിലേക്ക് വരാം. നന്ദിയില്ലാത്ത ജോലികൾ അല്ലെങ്കിൽ അദൃശ്യമായ കർമ്മഫലങ്ങൾ. പലപ്പോഴും നമ്മുടെ ഓഫീസുകളിൽ നമ്മൾ ചെയ്യുന്ന അധിക ജോലികൾക്കോ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്കോ ആരും ഒരു നന്ദി പോലും പറഞ്ഞെന്ന് വരില്ല. ഇത് പലപ്പോഴും വല്ലാത്തൊരു നിരാശ നമുക്ക് സമ്മാനിക്കാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഈ ഇമെയിലിൽ എന്റെ ബോസിനെ സിസി ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനെ എന്റെ സഹപ്രവർത്തകനെ സഹായിക്കാൻ വെറുതെ സമയം മെനക്കെടുത്തണം? മറ്റുള്ളവർ കാണാത്ത ഇത്തരം ഓഫീസ് ജോലികൾ നമ്മൾ എന്തിനു ചെയ്യണം എന്നുള്ളത് എപ്പോഴും നമ്മെ അലട്ടുന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതെ, ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് ടോഗു എന്ന ജാപ്പനീസ് സങ്കല്പത്തെയാണ്. ടോഗു എന്നാൽ നന്മ അല്ലെങ്കിൽ പുണ്യം എന്നൊക്കെയാണ് അർത്ഥം. അതായത് ലോകത്തിന് ഗുണകരമാകുന്ന ഏതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും നാം ഈ ടോഗു സംഭരിക്കുകയാണ്. ജപ്പാനിലൊരു ചൊല്ലുണ്ട് കേട്ടോ, നാം മറ്റുള്ളവരോട് കാണിക്കുന്ന ദയ എപ്പോഴെങ്കിലും നമുക്ക് തന്നെ വലിയൊരു നന്മയായി തിരികെ ലഭിക്കുമെന്ന്. ഇതിനു വേണമെങ്കിൽ ഒരു ഗെയിം പോലെ വളരെ രസകരമായി നമുക്ക് കാണാൻ സാധിക്കും. ഓരോ നല്ല കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കുന്നു എന്ന് കരുതുക. അതെ, ഒരുപക്ഷേ ഓഫീസിലെ പൊതു ശൗചാലയം വൃത്തിയാക്കിയാൽ ഒരു 20 പോയിന്റ്. ഇനി കേടായ ഒരു സ്പ്രെഡ്ഷീറ്റ് ശരിയാക്കി കൊടുത്താൽ മറ്റൊരു 30 പോയിന്റ്. ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ ശ്രദ്ധിക്കുകയും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നന്മയായി തിരികെ നൽകുകയും ചെയ്യും എന്നാണ് ജാപ്പനീസ് വിശ്വാസം. എങ്ങനെയുണ്ട് ആ ഒരു ചിന്ത? ശരി, നമ്മൾ അങ്ങനെ മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ജോലിയിലുണ്ടാകുന്ന വലിയ തിരിച്ചടികളെ നേരിടുന്നതിനെക്കുറിച്ചാണിത്. നിങ്ങൾ ഏറെ കഷ്ടപ്പെട്ട് ചെയ്തൊരു പ്രോജക്റ്റ് പരാജയപ്പെടുമ്പോഴോ, നിങ്ങളുടെ ഒരു ഐഡിയ എല്ലാവരും കൂടി തള്ളിക്കളയുമ്പോഴോ, അല്ലെങ്കിൽ ആ ജോലി തന്നെ നഷ്ടപ്പെടുമ്പോഴോ ഉണ്ടാകുന്ന കടുത്ത നിരാശ നിങ്ങൾക്ക് സങ്കല്പിക്കാമല്ലോ, അല്ലേ? ഈയൊരു അവസ്ഥയെ നേരിടാനുള്ള ഏറ്റവും കൗതുകകരമായ ആശയം സക്കുറ മൈൻഡ്സെറ്റ് എന്നതാണ്. നിങ്ങൾക്കറിയുമോ, സുമയോഷിനോ എന്ന് വിളിക്കപ്പെടുന്ന ജാപ്പനീസ് ചെറി പൂക്കൾക്ക് ഒക്കിനാവ പോലെയുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ ഒരിക്കലും വിരിയാൻ കഴിയില്ല.
അതികഠിനമായ, നമ്മളെ മരവിപ്പിക്കുന്ന തണുക്കുകാലം സഹിച്ചാൽ മാത്രമേ അവയ്ക്ക് പിന്നീട് ഏറ്റവും മനോഹരമായി പൂത്തുനിൽക്കാൻ സാധിക്കൂ. ശരിക്കും ജീവിതം ഇപ്പോൾ എത്ര കഠിനമാണെങ്കിലും ഭാവി ശോഭനമായിരിക്കും എന്നതിന്റെ ഒരു പ്രകൃതിദത്തമായ തെളിവാണിത്. അതുകൊണ്ട് നിങ്ങളുടെ കരിയറിലെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും ഈ ഒരു കഠിനമായ തണുപ്പുകാലമായി മാത്രം കാണുക. ഇത് നാളത്തെ നിങ്ങളുടെ മനോഹരമായ പ്രൊഫഷണൽ വസന്തത്തിനുള്ള ഉറപ്പാണ്. സ്വന്തമായി വീടില്ലാത്ത അവസ്ഥയിൽ തെരുവുകളിൽ അലഞ്ഞ നാളുകളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ന് വളരെ വലിയൊരു യൂട്യൂബറായി മാറിയ ഈയൊരു ആശയത്തിന്റെ സൃഷ്ടാവിന്റെ ജീവിതം തന്നെ ഈ സക്കുറ മൈൻഡ്സെറ്റിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഓർക്കുക, തണുപ്പ് കൂടുന്തോറും വസന്തം കൂടുതൽ മനോഹരമാകും, ഉറപ്പ്. ഇനി നമ്മൾ അഭിമുഖീകരിക്കുന്ന നാലാമത്തെ സാഹചര്യം തൊഴിലിടങ്ങളിലെ ഉത്കണ്ഠയാണ്, അഥവാ അമിതമായ ടെൻഷൻ. ഭൂതകാലവും ഭാവിയും നമ്മളെ വേട്ടയാടുന്ന അവസ്ഥ. മുൻപ് കരിയറിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ചോർത്ത് എപ്പോഴും വിഷമിക്കുക, അല്ലെങ്കിൽ ഭാവിയിലെ പ്രൊമോഷനെക്കുറിച്ചോ വരാനിരിക്കുന്ന സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ ഓർത്ത് വെറുതെ ഭയപ്പെടുക. ശരിക്കും ഇത് നമ്മുടെ ഇപ്പോഴത്തെ ജോലിയെ വളരെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇവിടെയാണ് നാഗൈമ എന്ന വളരെ മനോഹരമായ ഷിൻറ്റോ സങ്കല്പം നമ്മെ സഹായിക്കുന്നത്. ഭൂതകാലത്തിനും ഭാവികാലത്തിനും ഇടയിലുള്ള കൃത്യമായ മധ്യബിന്ദുവാണ് വർത്തമാനകാലമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും ഭൂതകാലത്തിലെ ദുഃഖങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭാവിയിലെ ഭയങ്ങളിലേക്കോ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ. അവിടെ നിന്നും മനസ്സിനെ പിടിച്ച് ഈ നിമിഷത്തിൽ മാത്രം, അതായത് വർത്തമാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നാഗൈമ നമ്മെ സഹായിക്കുന്നു. അതുവഴി നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ നവോക്കി യഹാഗി ഈ നാഗൈമ നേടിയെടുക്കാൻ പ്രധാനമായും 2 വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഫ്ലോ കണ്ടെത്തുക എന്നതാണ്. യോഗയോ നൃത്തമോ പോലെ നാം പൂർണ്ണമായി മുഴുകുന്ന, നമ്മളെ വർത്തമാനകാലത്തിൽ തന്നെ നിർത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തേത് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുക. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ് മാച്ച ടീ ഉണ്ടാക്കുമ്പോഴും കുടിക്കുമ്പോഴും അതിലെ ഓരോ ഘട്ടത്തിലും ആസ്വദിച്ച് നന്ദിയുള്ളവരായിരിക്കുക. ഇത് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരും. ഇനി നമ്മൾ നമ്മുടെ അവസാനത്തെ സാഹചര്യത്തിലേക്ക് വരാം. അതെ, ദ ബിഗിനേഴ്സ് മൈൻഡ്. കരിയറിന്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു മടുപ്പുണ്ട്. എനിക്കിനിയൊന്നും പുതിയതായി പഠിക്കാനില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊരു തരം കോംപ്ലിസൻസി അല്ലെങ്കിൽ അഹങ്കാരം. ഇത് കാരണം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടിക്കുന്നൊരവസ്ഥയാണിത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷോഷിൻ എന്ന ജാപ്പനീസ് ആശയമാണ്. ഷോ എന്നാൽ തുടക്കമെന്നും ഷിൻ എന്നാൽ മനസ്സ് എന്നുമാണ് ഇതിനർത്ഥം. അതായത് എപ്പോഴും ഒരു തുടക്കക്കാരന്റെ മനസ്സ് നമ്മൾ കാത്തുസൂക്ഷിക്കുക. ഇന്നെനിക്ക് പുതിയതായി എന്ത് പഠിക്കാൻ കഴിയും എന്ന കൗതുകവും ആവേശവും എപ്പോഴും നിലനിർത്തുന്നത് നമ്മുടെ കരിയറിലെ ഈ വലിയ മടുപ്പ് ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും. എല്ലാം തികഞ്ഞവരാണ് നമ്മൾ എന്ന അഹങ്കാരവും 600 വർഷം പഴക്കമുള്ള ജാപ്പനീസ് നാടകകലയായ നോഹിന്റെ മാസ്റ്റർ സിയാമി പറയുന്ന തുടക്കക്കാരന്റെ ബുദ്ധിമുട്ടുകളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങളിപ്പോൾ എത്ര വലിയ വിദഗ്ധനായാലും ശരി, നിങ്ങൾ ആദ്യമായി ഒരു കാര്യം ചെയ്തപ്പോഴുണ്ടായ ആ അപകർഷതാബോധവും പതർച്ചയും ബുദ്ധിമുട്ടുകളും എപ്പോഴും ഓർമ്മിക്കുക. ആ ഒരു തുടക്കക്കാരന്റെ ഓർമ്മകൾ കൂടുതൽ കഠിനമായി പരിശ്രമിക്കാനും എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 ജാപ്പനീസ് ആശയങ്ങളും ഒരുമിച്ച് വെച്ച് ചിന്തിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന വലിയൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രേക്ഷകനാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതം എന്ന സിനിമയിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള നായകനെയാണ് അവതരിപ്പിക്കുന്നത്? ഈ ചോദ്യം നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലെത്താൻ തീർച്ചയായും സഹായിക്കട്ടെ. കൂടെയുണ്ടായിരുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.